മാമോ ഇതിനകത്തൊക്കെ തൊട്ട് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കണം. അണ്ണാ ആ ഞാനേ ആ ഒരു കാർ വാഷം കിട്ടാലോ എന്ന് ആലോചിക്കാൻ. കാർവാഷോ നല്ല പരിപാടിയാടാ. ഏ നല്ല വരുമാനമായിരിക്കും. കുറച്ച് ബംഗാളികളൊക്കെ നിർത്തി ആ ധൈര്യമായിട്ട് ഇട്ടു. കണ്ടറൊക്കെ കിട്ടണം. ട്രാവൽസ് പരിപാടി നിർത്തി ഇനി അടുത്ത വാഷിംഗ് നോക്കാൻ പോണം. ഇത് പാടാ. അത് മാമൻ പറഞ്ഞ നേരാ. അയ്യോ പിന്നെ പതിനെട്ടേക്ക് ഇങ്ങനെ എനിക്ക് 3 കാറും 2 വലിയ ബസ് വാങ്ങിച്ചെന്നല്ല എനിക്ക് ട്രാവൽസിലുണ്ട്. അത് ശരിയാ. ഇതെന്തായാലും ഞാൻ പിന്നെ ബസ് വാങ്ങിച്ചു കൊടുക്കണോ? അല്ല ബസ് വാങ്ങിച്ചു തരണോ എനിക്ക്? അണ്ണാ ഓരോ തന്തമാരെ പറ്റി അണ്ണൻ അറിയാമോ? അവര് മക്കൾ ജനിക്കുമ്പോൾ തൊട്ട് പൈസ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ. മക്കളെ നല്ലതിന് വേണ്ടി കൊടുക്കും, അവര് കഷ്ടപ്പെടാതിരിക്കേ. അത് അവൻ പറഞ്ഞ കറക്റ്റ്. ഡേയ്, ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അറിഞ്ഞാലേ വിജയം ഉണ്ടാവും. ആ അണ്ണാ ചുമ്മാ അണ്ണ ഇരുന്ന് ഇങ്ങനെ ഒപ്പീസ് പാടി കൊടുക്കല്ലേ അണ്ണ. വേറെ കാര്യം ഉണ്ടടാ. പണ്ട് പോലെ എനിക്ക് മാമനെ അറിയാവുന്ന മാമനായ കാലത്ത് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെ നിന്നെയൊക്കെ വളർത്തിയത്. ഇങ്ങനെ കഷ്ടപ്പെട്ടാണോ അല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെടുത്തിച്ചാണ്? എന്നെ കഷ്ടപ്പെടുത്തുക? ഇനി എന്തിനാ കഷ്ടപ്പെടുത്തിയത്? ഇവനെ കഷ്ടപ്പെടുത്തിയില്ല. ഓ ഇതെന്തൊരു പഴക്കാ മാമ ഇത്. നിങ്ങൾ അമ്മ മുഖത്തോട് പോകാൻ കണ്ട എപ്പോഴും പഴക്കാന്നല്ലോ. പക്ഷെ എന്തൊരു കഷ്ടം തന്നെ കേട്ടോ. ഞാനൊന്നല്ലടാ ഇങ്ങനെയാണ് എന്നെ കാണുമ്പോ ചൊറിയണത്. എന്തോന്ന് എനിക്ക് ഇവന്റെ മോന്ത കാണുമ്പോഴേ എനിക്ക് ഇത് മാറ്റി കാണുമ്പോഴാണ് ചൊറിച്ചിൽ വരണല്ലേ. ഇന്ന് രാത്രി ഞാൻ ഇത് മാറ്റി തരാൻ ചേട്ടാ. ഇങ്ങനെ 2 കണ്ണ് ആ ചൂന്നെടുത്ത് ഞാൻ അപ്പുറത്ത് ഓടയിലെറിയും. ഭയങ്കര തമാശ അടിച്ചത്. 2 കണ്ണ് ചൂന്നെടുത്ത്. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇന്ന് ഒരു 10 തമാശ എഴുതി ഒരു ബുക്കാക്കി അത് പ്രസിദ്ധീകരിക്കും. ഞാൻ അത് വായിച്ച് പഠിച്ചിട്ട് വരാം. അണ്ണാ ഞാൻ പോണ്. ഞാൻ ഇനി ഇവിടെ നിന്നാ ഞാൻ തണ്ടാ തല്ലി എന്നുള്ള ബാഗ് ഞാൻ കപ്പിക്കേണ്ടി വരും. പോവാണ് ഞാൻ കേട്ടാ. ഞാൻ മാമു ഞാൻ അവനെ കുറ്റം പറയത്തില്ല, മാമനെ മാത്രമേ കുറ്റം പറയൂ. അതായത് കുഞ്ഞുനാള് പോലെ അവനെ ലാളിച്ച് വളർത്തിയോണ്ടാ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. ഒന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ലാളിച്ച് വളർത്തി. പക്ഷെ ഇവ ഇങ്ങനെ ആയി പോകുന്നു ഞാൻ വിചാരിച്ച. എന്റെ മാമ ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കടിച്ച് വളർത്തണമെന്നാ പണ്ടുള്ളവര് പറഞ്ഞേക്കുന്നത്. അത് ശരി തന്നെ. എങ്കിലും അവന്റെ കൂടെ എനിക്ക് വടക്കൂടെ എനിക്ക് ഒരു സുഖം കിട്ടൂലടേ. അവ സൗഹൃദമായ അടിയാണ്. മണി ഇത് പിടി. മണിക്കുട്ടി, ഈ ഭാര്യയൊക്കെ സഹായിക്കുക അത് നല്ല രസമുള്ള കാര്യമാണ്. അപ്പൊ ഈ ഭാര്യമാർക്കും സന്തോഷമാവും അല്ലേ? ഞാൻ സത്യം പറയട്ടെ, അടുക്കളയിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഒരുപാടൊന്നും സഹായിച്ചില്ലെങ്കിലും ഭാര്യമാര് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന സമയത്ത് അടുത്ത് വന്ന് ഞങ്ങൾ സപ്പോർട്ടിനുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ മാത്രം മതി, ഒരു സന്തോഷമാണ്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, അതല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലായി? വെറും നമ്പർ ആണെന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്ത് സമാധാനം ഉണ്ടല്ലേ. വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓരോ വീട്ടിലെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോ ഉണ്ടല്ലോ, ദൈവമേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് സംശയമായിപ്പോ. അതെന്താന്നറിയുമോ, എല്ലാ കാര്യങ്ങളും ഭാര്യയും ഭർത്താവും ഷെയർ ചെയ്യണം. അല്ലാതെ ഈ ഭാര്യയെ മറച്ചു വെച്ചുകൊണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ ഭർത്താക്കന്മാര്, അവിടെയാണ് ഈ പ്രശ്നങ്ങള്. എനിക്ക് എന്റെ രവിയുടെ നല്ല വിശ്വാസം. അത്ര അങ്ങ് പൊക്കാതെ പൊഴുത്തണ്ട. അച്ഛാ, അച്ഛന്റെ ഫോൺ കുറെ നേരം കൊണ്ട് റിങ് ചെയ്യണം. അച്ഛാ ആര് മക്കളെ? ആരാ ഞാൻ നോക്കിയതാ. കയ്യൊക്കെ അയ്യോ, സുമ വിളിച്ചിരിക്കുന്നു. 2-3 പ്രാവശ്യം വിളിച്ചിരിക്കുന്നു. ആര്? സുമ. ആര്? എടി സുമയടി. ആരെന്നാ? സുമലത. സുമലത. വല്ല ഡൗട്ട് വല്ലതും ചോദിക്കാൻ വേണ്ടി വിളിച്ചായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ബ്രാഞ്ചിലല്ലല്ലോ അത് വർക്ക് ചെയ്യണേ. എന്നാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനല്ലേ ഇവിടെ ഉണ്ടായപ്പോ എല്ലാം പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്, അതുകൊണ്ട് വിളിക്കുമോ? അത് ഈ കൊച്ചു ജോയിൻ ചെയ്തിട്ട് കുറെ കാലമായാലും ഇതുവരെ ഇതിന്റെ സംശയം തീരാറായില്ലേ? ഭയങ്കര സംശയമാണല്ലോ. എന്തോടി, അവൾ എന്റെ സ്റ്റാഫ് മാത്രമല്ല, ഒരു നല്ല സുഹൃത്തും കൂടിയാണ്. സുഹൃത്താണെങ്കിൽ ഒരു കാര്യം ചെയ്യും, തിരിച്ചു വിളിച്ചേ. 2-3 പ്രാവശ്യം വിളിച്ചു, ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് വരാം. അല്ല, സുഹൃത്തിനെ വിളിക്കണമെങ്കിൽ എണിച്ച് പോണം എന്തിന്? അതെനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഇരുന്ന് വിളിച്ചാ പോരെ? അത് ശരിയാണ്, എനിക്ക് അറിഞ്ഞൂടാ. എന്തമ്മ പോയി നോക്കണോ? മോശമല്ലേ അച്ഛൻ കണ്ടു കഴിഞ്ഞാ? അച്ഛൻ കണ്ടു കഴിഞ്ഞാലല്ലേ കാണൂലപ്പാ. കാണൂലേ? ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വരാം.
എന്തോടെ പറയണേ? ചുണ്ടനക്കം വെച്ച് എനിക്ക് മനസ്സിലാവണില്ല. ഇതിന് പരിഹാരമില്ലാത്ത ഒരു കാര്യമില്ല. ഇങ്ങനെ സങ്കടപ്പെടാതെ ഞാനൊക്കെ ഇല്ല ഇവിടെ. എന്തോന്ന് സുമേ, സുമേ ഒന്ന് ഓൾഡേ. എന്താ എന്ത് ഞാൻ ഇവിടെ ഇങ്ങനെ നീ കണ്ടില്ലേ? ഓ അതുകൊണ്ടല്ലേ വന്ന്. എടാ നാണം ഉണ്ടാടാ ഒരാൾ ഫോൺ ചെയ്തോണ്ടിരിക്കുന്ന എന്റെ ഇടയിൽ കയറി വന്ന് ഇങ്ങനെ നോക്കി നിൽക്കാൻ. അതെന്താണ് അണ്ണ ഫോൺ വിളിക്കുന്നത്? ഞാൻ നാണിക്കണം. സുമേ ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആര്? എന്റെ ഫ്രണ്ട്. എന്ത് എന്ത് എന്തിനാണ്? എന്തോ കാര്യം? എന്ത് അണ്ണന് കള്ള ലക്ഷണം ഒരു ചുറ്റിക്കളി. ചുറ്റിക്കളിയാ? പോടാ, എന്റെ സുഹൃത്താണ് വിളിച്ചത്. എന്തോന്ന് ഉള്ളത് പറയണ. എന്തോന്ന് പറയാ? ആദ്യമൊക്കെ ഫ്രണ്ട്, പിന്നെയാണല്ലോ. എന്തോന്ന് അണ്ണാ ആദ്യം ഫ്രണ്ട്, പിന്നെ അല്ലേ നമ്മളെ പരിപാടികൾ. ഏത് എന്തോന്ന് പരിപാടി? അണ്ണ ഉള്ളത് പറയണ്ട, ഞാനിത് പറയില്ല. ഉള്ളത് പറയാനാ? പോടാ. ഇതല്ല എന്തോന്ന് അണ്ണ എന്നത് പറയണ്ട. ഒന്നുമില്ല പറയാ. ഒന്നുമില്ല. രാവിലെ വന്നിരിക്കുന്നു. ചിരിയൊക്കെ പറഞ്ഞു. എടാ പോ. പിന്നെന്ത്? ആദ്യം ഫ്രണ്ട് ചുറ്റിക്കളി.